അല്ലാത്തപ്പം കുഴപ്പമില്ല, അധികം ലൗഡൊന്നും അല്ല. പക്ഷേ ഇത് പൊട്ടൽ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ലൗഡാണ്. നല്ല ലൗഡെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ലൗഡ് ചെയ്യും. TVXൻ്റെ പുതിയ വണ്ടിയാണിത്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് പോയാലോ, ചോദിച്ചു നോക്കാം. തരുമില്ലെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് പോവാം. ബ്രോ, ഇത് മറ്റേ TVXൻ്റെ പുതിയ വണ്ടിയല്ലേ? ഞാൻ ഒരു വാക്ക് റൗണ്ട് എടുത്തോട്ടെ. എൻ്റെ പേര് രാഹുലാണ്. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലും വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ഈ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് വാക്ക് റൗണ്ട് എടുത്തോട്ടെ, റിവ്യൂ പോലെ. ഓക്കെ ബ്രോ, ഇങ്ങോട്ടിരുന്നു. ഡ്യൂട്ടിയിലാണോ? ഓക്കെ, ഞാനും പോണ വഴിയില്ല. ഞാൻ റോയൽ എൻഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. റോയൽ എൻഫീൽഡ്. എത്ര കിട്ടുന്നുണ്ട് മൈലേജൊക്കെ ഇത്? ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, എല്ലാവരും പറയാം 45 കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. എത്ര നാളായി ഇപ്പം വണ്ടി എടുത്തിട്ട്? 1 മാസം ആവുന്നേ ഉള്ളൂ. ഓക്കെ. എങ്ങനെയുണ്ട് ഓടിച്ചിട്ടൊക്കെ? ഓടിച്ചിട്ട് കംഫർട്ട്. എൻ്റെ നേരത്തെ 125 വരുന്നത് എൻഡോർക്ക് തന്നെ. കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ സസ്പെൻഷൻ കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്. ലൈറ്റ് പുതിയ ലൈറ്റ് അല്ലേ? അത് നല്ലതാണ്, എല്ലാവരും ശ്രദ്ധിക്കും. പെട്ടെന്ന് നോക്കും. ഞാനിങ്ങനെ കയറി വന്നപ്പോൾ ഈ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം പയ്യനായണ്ട പിന്നെ നിർത്തിയത്. പ്രായമുള്ളവർ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചൊന്നും വരില്ല. ഞാൻ റൗണ്ട് ചെയ്തോട്ടെ ഗൈസ്. ഇതാണ് ഇപ്പം നമ്മുടെ TVXൻ്റെ എൻഡോർക്ക് 150 എന്ന് പറഞ്ഞ മോഡൽ. ഇത് ഞാൻ ഒന്ന് കാണണമെന്ന് വെച്ചാൽ കേട്ടോ. അടുത്ത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കി. 1 2 3 4 മറ്റേലെ പ്രൊജക്ടർ ലാംപ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇത് DRL-ആണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെയായിരിക്കും ഇൻഡിക്കേറ്ററും വരണത്. കൊള്ളാമല്ലേ സാധനം? ആ ഒരു കളർ സ്കീം ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫ്രണ്ടിൽ ABS വരുന്നുണ്ട്, ഡിസ്ക് വരുന്നുണ്ട്. സ്വിച്ചസ് നോക്കി ഇൻബിൽട്ടായിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. ഹൈ ബീം, ലോ ബീം, ഹസാർഡായിരിക്കും. അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും. ജോയിസ്റ്റിക്ക് പോലെ നമ്മുടെ എൻഫീൽഡ് വണ്ടികളിൽ കാണുന്ന പോലുള്ള ജോയിസ്റ്റിക് അല്ല, വേറൊരു ടൈപ്പാണ്. നമ്മുടെ അവിടെ ഒരു ബട്ടണാണ്, ലൈക്ക് KTVയിലൊക്കെ കണ്ടുപോരുന്ന പോലൊരു ജോയിസ്റ്റിക്സ്, പുഷ് ബട്ടണ്. അതിൻ്റെ വലിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. കൊള്ളാമല്ലേ? കുറേ മോഡ്സ് ഉണ്ടാവും. ഓഡോമീറ്റർ ഇതിപ്പോൾ 3056 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ കൊള്ളാം. എൻ്റെ മാസ്റ്റർ സിലിണ്ടറൊക്കെ നോക്കി അഡീഷണൽ ആയിട്ടൊരു ആക്സറീസ് വെച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴേക്കും വ്യത്യാസമായിട്ടൊരു ടെയിൽ ലാമ്പ് കാണാം നിങ്ങൾക്ക്. നല്ല നമ്പർ. ബാക്കിൽ ഡ്രം ബ്രേക്ക് തന്നെയാണ്, പക്ഷേ ABSൻ്റെ മോട്ടർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിൽ ഡ്രം ബ്രേക്കാണ്. ആ ഒരു പെയിൻറ്റ് സ്കീം ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞാനിതിനെ ഇരുന്നിട്ട് ഇതിൻ്റെ സീറ്റ് ഏറ്റവും കൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. സോ നൈസ്. എനിക്ക് 2 സൈഡും പ്ലാൻ ഫൂട്ടാണ് കേട്ടോ, കാലെത്താനായിട്ട് പറ്റുന്നുണ്ട്. നോക്കിയ സാധനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. പുഷ് സ്റ്റാർട്ടാണ് കേട്ടോ. മറ്റേ നമ്മുടെ ഫെദർ ടച്ച് പോലെ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടായി. ആക്സസ് നോട്ട് നോക്കി. നൈസ്. ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു എക്സോസ് നോട്ടാണ് കേട്ടോ. അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു റൈഡ് വ്യൂ നോക്കി. കൊള്ളാം അല്ലേ? എന്തായാലും ഓഫ് ചെയ്തേക്കാം, ആളുടെ വർക്ക് എടുക്കട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും വണ്ടി ഓടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ട്രൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട്സൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ ഓണറിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങൾ TVXൻ്റെ വണ്ടികൾ എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഈ മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക. ആളിപ്പം പറഞ്ഞത് വെച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സോ നമുക്ക് എന്തായാലും എവിടെയെങ്കിലും വെച്ച് ഇതിനെ ഒന്ന് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. എനിക്ക് ആ എൻഡോർക്കിൻ്റെ വണ്ടി ലുക്ക് വൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാ ലുക്കാണെന്നാ വണ്ടി കാണാൻ, സെയിം ലുക്ക്. പക്ഷേ ബ്രോ പറഞ്ഞപ്പോഴേ സമ്മതിച്ചു കേട്ടോ. ഞാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ എന്തോ ഇപ്പോൾ 2 വട്ടമായിട്ട് നമുക്ക് വണ്ടികൾ ആൾക്കാർ തരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് റിജക്ഷൻ അങ്ങനെ വന്നായിരുന്നുണ്ടെങ്കിൽ ഞാൻ വല്ലാണ്ടായി പോയേനെ.
പറ്റും ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അടുത്ത് ഇങ്ങനെ വണ്ടി ചോദിക്കാത്തത്. ഓക്കെ, അതെല്ലാം വിടാം. നമുക്ക് ആ വണ്ടിയുടെ കാര്യം പറയാം. ആ വണ്ടി കണ്ടിട്ട് അടിപൊളി ലുക്കാണ് കേട്ടോ. അതിൻ്റെ ആ 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും പഴയ ടി വി എസിൻ്റെ പോലെ അല്ല ഇപ്പം. ഒറ്റ ടച്ചിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. അതിന് എൻജിൻ നോയ്സോ കാര്യങ്ങളോ ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കേട്ടിട്ടില്ല, കൈ കൊടുത്തപ്പോഴും കേട്ടിട്ടില്ല. ഭയങ്കര സ്മൂത്ത് ഉണ്ട് വണ്ടി കാണാനായിട്ട്. കുറച്ചും കൂടെ ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ട് കുറച്ചും കൂടെ ഒരുപടി മുന്നിലാണെന്ന് തോന്നുന്നു സ്കൂട്ടേഴ്സ്, അതും ടി വി എസിൻ്റെ. നമ്മുടെ ബാക്കിയുള്ള സ്കൂട്ടേഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര പ്രീമിയമായിട്ട് തോന്നി. ഡിസ്പ്ലേ ക്വാളിറ്റി അത്യാവശ്യമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ആ പെയിൻറ്റ് സ്കീം, റിയറിൽ ഡ്രം ബ്രേക്ക് തന്നെയാണ്. പക്ഷേ ABSൻ്റെ ആ സെൻസർ മോട്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈക്ക് പാറ്റേൺ ഉള്ള സാധനം നമ്മുടെ ക്ലാസിക്കലും ബുള്ളറ്റുകളിലും സിംഗിൾ ചാനൽ ABSൽ ബാക്കിലും ഇതേപോലൊരു സാധനം വരുന്നുണ്ട്. ഒരു റൊട്ടേഷൻ ടൈപ്പ് സാധനം വരുന്നുണ്ട്. ആ ഒരു സാധനം അതിൻ്റെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. സോ എന്തായാലും കൊള്ളാം. ആ ഒരു പെയിൻറ്റ് സ്കീമൊക്കെ സീൻ സാധനം നൈസ്. അപ്പം TVS എൻഡോർക്ക് 150 യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം, എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഉപകാരമാവട്ടെ. നമുക്ക് ആ വണ്ടി ലോങ് റൈഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴെങ്കിലും എവിടെയെങ്കിലൊക്കെ വെച്ച് കിട്ടും, അപ്പം നമുക്ക് റൈഡ് ചെയ്യാം. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇതുപോലെ പോകുന്ന വഴിയിൽ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പം അങ്ങനെ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നു. മുമ്പോട്ടുള്ള വീഡിയോകളിൽ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനുമ്പോഴേക്കും ഇറ്റ്സ് മീ യുവർ Reso 25 സൈനിങ് ഔട്ട് ഫ്രോം ദിസ് വീഡിയോ ഗൈസ്.